ഹായ് ഫ്രണ്ട്സ്, കുത്തുവരയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് വളരെയധികം രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയാനാണ്. ഒരു പുതിയൊരു മീഡിയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അക്രിലിക്കാണ്. അക്രിലിക്കിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തായിരുന്നു ഓയിൽ കളറുകളും അതിന് എൻ്റെ ഓയിൽ പെയിൻറ്റിങ്സുകളും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ, പോർട്രേറ്റ് ചെയ്യാൻ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പെൻസിലാണ് ഏത് പെൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അക്രിലിക്, പുതിയൊരു മീഡിയമാണ് അക്രിലിക്. ഈ അക്രിലിക്കിനെ കുറിച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് അക്രിലിക് പെയിൻറ്റിങ്സുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അക്രിലിക് ബോക്സ്. 12 കളറുകൾ ചേർന്ന അക്രിലിക് ബോക്സ്. വീണ്ടും പറയാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അത് നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാനിപ്പോൾ അധികം മോഡേണായിട്ടുള്ള പെയിൻറ്റിങ്സ് ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് നമുക്ക് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കടകളിൽ നമുക്ക് ഇതിൻ്റെ ബോക്സ് വാങ്ങാം. ഞാൻ നിങ്ങൾ ബോക്സ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ അക്രിലിക്കിൻ്റെ ഒരു ബോക്സാണ്. ഇതിലൊരു 12 കളറുള്ള ഒരു ബോക്സാണ്. 12 കളറുകൾ നമുക്ക് കിട്ടും. വാട്ടർ കളർ പോലെ തന്നെ നമുക്ക് എല്ലാം ഇത് വെള്ളം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് അറിയാത്തവർക്കുള്ള പറയുന്നത്. ഇത് നമ്മൾ വെള്ളം, ഇത് പേസ്റ്റ് രൂപത്തിലുള്ള പെയിൻറ്റിങ്ങാണ്, പെയിൻ്റാണ്, പേസ്റ്റ് രൂപത്തിലുള്ള സാധനമാണ് അക്രിലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വാട്ടർ കളർ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ട് മെൽറ്റാക്കിയിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതിന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസിലോട്ട് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പേപ്പറിലോട്ട് വെക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് ഫിക്സ് ആവും. ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫിക്സ് ആവും. ഫിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വെച്ച് നമുക്ക് മെൽറ്റാക്കിയിട്ട് മാറ്റി എടുക്കാൻ പറ്റില്ല. കുറേ ഡാർക്ക് കൂടി എന്ന് വെച്ചാൽ നമുക്ക് മാറ്റി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിൽ. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലുണ്ട്. പക്ഷേ വാട്ടർ കളർ അങ്ങനെയല്ല. നമുക്ക് ചെറിയൊരു പെയിൻറ്റ് വെച്ചു, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് മെൽറ്റാക്കി അത് മാറ്റി എടുക്കാൻ പറ്റും. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന കുറച്ച് കളറുകളുണ്ട്. ആ കളറുകൾ നമുക്കിതിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ നമുക്ക് കടകൾ സെപ്പറേറ്റ് കളർ ചോദിക്കും. അക്രിലിക്കിൻ്റെ സെപ്പറേറ്റ് കളറുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു എടുത്തു തരുമ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മിക്സ് ചെയ്തെടുക്കുന്ന പല കളറുകളും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് അക്രിലിക് പെയിൻറ്റിങ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുതരാം. പെയിൻറ്റിങ്സ് ഞാൻ കാണിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനമുള്ളൂ. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഇത് ഒരു 6 അടിയോളം വലുപ്പമുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഡ്രീംസ് എന്നാണ്. ഡ്രീം, നമ്മുടെ എല്ലാം സ്വപ്നം. നമ്മളെല്ലാം ജീവിക്കുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ ജനിച്ചത് മുതൽ, അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്നത് മുതൽ നമ്മൾ കാണുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ സ്വപ്നത്തിലൂടെയുള്ള ഒരു യാത്ര, അതിനെയാണ് ഞാൻ ഈ ക്യാൻവാസിലേക്ക് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു സ്വപ്നങ്ങളും കാര്യങ്ങളും, അങ്ങനെ അതിനെക്കുറിച്ചൊരു ഡ്രീം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിലോട്ട്, നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ അതിലോട്ട് പകർത്തിയിരിക്കുന്നതാണ്. ഈ പിക്ചർ ഇതെനിക്ക് ലളിതകല അക്കാദമിയുടെ സംസ്ഥാന ചിത്ര പ്രദർശനത്തിന് നോമിനേഷൻ ഉണ്ടായിരുന്നൊരു വർക്ക് കൂടിയാണ്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അക്രിലിക്കിൻ്റെ ഞാൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു രീതി. ഇതും എൻ്റെ മറ്റൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ എല്ലാവരും കുട്ടിക്കാലം എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓർമ്മ വെച്ചതുമുള്ളതാണ് നമ്മൾ കുട്ടിക്കാലം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനിതിൽ കുട്ടിക്കാലം ചെയ്തിരിക്കുന്നത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ 10 മാസം ഇരിക്കുന്നുണ്ടല്ലോ, ആ കാലയളവിൽ നമ്മുടെ ഒരു കുട്ടിക്കാലമുണ്ട്. ആ പുറത്ത് ഭൂമിയിലോട്ട് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കാണുന്നതിന് മുൻപുള്ള ഒരു 10 മാസത്തെ ഇടവേളയുണ്ട്. നമ്മൾ അവിടെയുള്ള ഒരു 10 മാസത്തിൽ ഞാനിതിൽ എങ്ങനെ ചിത്രീകരിക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഞാനതിനെ നമ്മുടെ ചക്കര നമ്മൾ നടുവായി കയറിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിലോട്ട് ഞാനിങ്ങനെ നമ്മുടെ വളർച്ചയെ ഘട്ടങ്ങളെ ഞാൻ അതിലോട്ട് കാണിച്ചിട്ട് അതിൽ സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ സെറ്റാക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണിത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ പെയിൻറ്റിങ്സിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് അക്രിലിക് ഈ ഒരു തീമിലേക്ക്, ഈ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി ഞാനത് അപ്ലൈ ചെയ്തിരിക്കുന്ന രീതിയും ആ കളറിൻ്റെ ഒരു കോമ്പിനേഷനും
എല്ലാം നിങ്ങൾക്ക് ഈ ഓരോ പെയിൻറ്റിങ്സും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ നമുക്ക് ഈ ഒരു അക്രിലിക് കൊണ്ട് സാധിക്കും. അതാണ് അക്രിലിക്കിൻ്റെ ഒരു ഗുണം അതാണ്. പിന്നെ ഈ മറ്റ് കളറുകളെ അപേക്ഷിച്ച് നല്ല ബ്രൈറ്റായിട്ട്, നല്ല ഡാർക്ക്, നല്ല കണ്ണിനെ അറ്റുന്ന അട്രാക്ഷനുള്ള കളറുകളായതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ കളറിൻ്റെ ഒരു ഇത് പോകുന്നില്ല, ഡിമ്മാവുന്നില്ല. നല്ല പോലെ തന്നെ ബ്രൈറ്റായിരിക്കും കളറുകളെല്ലാം. പിന്നെ ഇതെന്ന് വെച്ചാൽ വുമണിനെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വളർച്ചയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വുമണിൻ്റെ ഒരു ബോഡി, ആ ഒരു ബോഡിൻ്റെ ആ കഴുത്തിൽ നിന്ന് കുറേ വള്ളിയിൽ ഞാൻ ആ വുമണിനെ ഉപമിച്ചുകൊണ്ട് സമൂഹത്തിലിട്ട് ആ സ്ത്രീ വളർച്ചയെ ഞാനിങ്ങനെ ഈ ഒരു ചിത്രത്തിലൂടെ ഞാൻ കാണിച്ചിരിക്കുകയാണ്. ഇതിലെല്ലാം നിങ്ങൾക്ക് ആ അക്രിലിക്കിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പ്രകാശം, നമ്മുടെ എല്ലാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈ പിടിച്ചുയർത്തുന്ന ഒരു പ്രകാശം, ആ കൈത്താങ്ങ് അങ്ങനെ പറയുന്ന ആ ഒരു ഉണർവ്, അതിനെയൊക്കെ കാണിക്കാനായിട്ട് ചെയ്തിട്ടുള്ളൊരു അക്രിലിക് പെയിൻറ്റിംഗ് ആണിത്. അതിൻ്റെ കളർ കോമ്പിനേഷൻ, കളറിൻ്റെ ആ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഈ അക്രിലിക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് കാണാം, അക്രിലിക് ചെയ്തിട്ടുള്ള 1-2 പെയിൻറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം.